ഇപ്പോൾ സമയം 8 മണിയായി. ഞങ്ങളിപ്പോൾ പോകുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ്. അവളിപ്പോൾ 9 months ക്യാരിയിങ് ആണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങളെ എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ ഇവർ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ വാ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ സർപ്രൈസ് എന്താണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അനിയത്തിക്കൊരു സർപ്രൈസ് ബേബി ഷവർ ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അലങ്കാര പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്നുണ്ടാക്കിയ പ്ലാനായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡെക്കോർ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള ടൈമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി വിച്ചു പറ. എനിക്കും അറിയില്ല. അതൊരു ഫൺ ഗെയിമായിരുന്നു. ആക്ച്വലി ഇവർ UAE താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ജെൻഡർ ഏതാണെന്ന് ആദ്യമേ അറിയായിരുന്നു. ഇവരത് സീക്രട്ടാക്കി വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ ഈ ജെൻഡറിലൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ബേബി ഹെൽത്തിയായി വന്നാൽ മാത്രം മതി. പിന്നെ ഫങ്ഷൻ എന്തും ആയിക്കോട്ടെ, കേക്ക് കട്ട് ചെയ്യുന്നത് വിഹൂട്ടനായിരിക്കണം എന്നുള്ളത് അവന് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സിൽ ഒന്നാണല്ലോ പ്രഗ്നൻസി ടൈം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവരെടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ കൊളാഷ് ചെയ്ത് ഫോട്ടോ ഫ്രെയിംസാക്കി ഗിഫ്റ്റ് കൊടുത്തു. പിന്നീട് ഞങ്ങൾ എല്ലാവരും കേക്ക് കഴിച്ചു. കേക്ക് കാണുന്നത് പോലെ തന്നെ ഭയങ്കര യമ്മി ആയിട്ടുള്ള കേക്കായിരുന്നു. ഞങ്ങളിത് ഓർഡർ ചെയ്തത് കണ്ണൂരിലെ കേക്ക് സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്യാൻ കുറച്ച് ലേറ്റായെങ്കിലും അവരത് വളരെ കറക്റ്റ് ടൈമിൽ തന്നെ പെർഫെക്റ്റായി ചെയ്തു തന്നു. സാധാരണ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്താൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തേക്കും. അച്ഛനും ആൻറ്റിയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അവരാണ് ഈ പരിപാടിക്ക് ഫസ്റ്റ് തുടക്കം കുറിക്കുന്നത്. പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് കേക്കിൽ കുളിപ്പിക്കലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡ്രസ്സൊന്നും ചീത്തയായില്ല. പക്ഷേ അനുവും വൈശാഖേട്ടനും അപ്പും ഒക്കെ ചെറിയ രീതിയിൽ കേക്ക് അവളുടെ മുഖത്താക്കിയിട്ട് അവരുടെ വിഷമം തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മാത്രമല്ല, ഞങ്ങൾ കസിൻസ് എല്ലാവരും കേക്ക് കട്ട് ചെയ്ത പാടന്നെ ഏതെങ്കിലും റൂമിൽ പോയി വിളിക്കാറാണ് പതിവ്. എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു രസം തന്നെയാണ്. ഇപ്രാവശ്യം അത് നല്ലപോലെ മിസ് ചെയ്തു. ആക്ച്വലി ഇതൊരു കുഞ്ഞ് ഫങ്ഷനാണ്. നമ്മളെ ഫാമിലിയിലെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഫങ്ഷന് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ കുറച്ച് പേർക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനിൽ ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കിവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതോടുകൂടി നമ്മുടെ കേക്ക് മുറി പരിപാടിയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിവരോട്, അതായത് വിച്ചുവിനോടും അശ്വിനേട്ടനോടും നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് ചോദിക്കാം. ശരിക്കും സർപ്രൈസ് ആയോ? നല്ലോണം സർപ്രൈസ് ആയി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ ട്രാൻസിഷൻ വീഡിയോ കൂടി എടുത്തു. അതിനുശേഷം അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു കപ്പിൾ ഡാൻസും കൂടി ഉണ്ടായിരുന്നു. ചാച്ചൻ്റെയും അമ്മമ്മേൻ്റെയും ഡാൻസ് കണ്ട് വിഹൂട്ടനും തുള്ളിച്ചാടി. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വിച്ചുവിനെ സർപ്രൈസ് ആക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ.